മുംബൈക്ക് പുറമെ മറ്റ് ഇന്ത്യൻ നഗരങ്ങളെയും തഹാവൂർ റാണ ലക്ഷ്യമിട്ടിരുന്നുവെന്ന് NIA. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനോട് തഹാവൂർ റാണ സഹകരിക്കുന്നില്ല എന്നാണ് വിവരം. തഹാവൂർ റാണയ്ക്കും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കും സഹായം നൽകിയവരെക്കുറിച്ചും അന്വേഷണ സംഘം ചോദിച്ചറിയും. പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന NIA ആസ്ഥാനത്തെ സെല്ലിൽ 12-അംഗ സംഘം എത്തിയാണ് തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് പുറമെ റാണയെ കാണുന്നതിനോ സംസാരിക്കുന്നതിനോ മറ്റാർക്കും അനുവാദമില്ല. 24 മണിക്കൂറും നിരീക്ഷിക്കുന്നതിനായി സെല്ലിൽ പ്രത്യേകം ക്യാമറകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 3 മണിക്കൂറാണ് അന്വേഷണ സംഘം റാണയെ ചോദ്യം ചെയ്തത്. പ്രാഥമിക വിവരങ്ങളാണ് തേടിയത്. എന്നാൽ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി റാണ നൽകുന്നില്ല. മുംബൈക്ക് പുറമെ മറ്റിന്ത്യൻ നഗരങ്ങളെയും ലക്ഷ്യമിട്ടിരുന്നതായി NIAക്ക് വിവരം ലഭിച്ചു. ഇന്ത്യയിലെത്തിയ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ റാണ നിർദ്ദേശിച്ചതനുസരിച്ച് സഹായിച്ച വ്യക്തിയെക്കുറിച്ചും അന്വേഷണ സംഘം വിവരങ്ങൾ തേടും. മുംബൈ ഭീകരാക്രമണത്തിന് മുൻപ് ദുബായിലെ ഒരു വ്യക്തിയുമായി തഹാവൂർ റാണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇയാൾക്ക് ഭീകരാക്രമണത്തിൽ പങ്കുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും. ഉപാധികളിൽ നിന്നുകൊണ്ട് തഹാവൂർ റാണയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ തേടുക എന്നതാണ് അന്വേഷണ സംഘം നേരിടുന്ന വെല്ലുവിളി. പുതിയ വിവരങ്ങളും തെളിവുകളും ലഭിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം മറ്റു ദിശകളിലേക്ക് തിരിയും. വിനീത VG, 24, ഡൽഹി.